ഇന്ന് സത്താൻ മെനുവിൽ ഞാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട ബിരിയാണിയുടെ റെസിപ്പിയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. ഈ ബിരിയാണി നല്ല ടേസ്റ്റിയാണ്, അപ്പോൾ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാനും പറ്റും, നല്ല ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ മസാലയൊക്കെ മിക്സ് ആയതുകൊണ്ട് നമുക്കിതിന് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാദ്യമായിട്ട് കാണുന്നവരോട് നിങ്ങൾ ചാനൽ സത്താൻ മെനു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഈ ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളാണിത്. അപ്പോൾ ഞാനിവിടെ സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന സവോള ഞാൻ ഏകദേശം ഒരു ഇടത്തരം വലിപ്പമുള്ള 4 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിതുപോലെ സൈസ് ചെയ്തിട്ട് എടുത്തതാണ്. പിന്നെ വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഞാൻ 2 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പുളിക്കനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്തേക്ക് തൈരൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ തക്കാളി കുറച്ച് എടുത്തിരിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ തൈരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളി എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ചേർക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ നല്ല വലിപ്പമുള്ള നല്ല എരിവുള്ള ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് എരിവിനനുസരിച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ മല്ലിയില ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പുതിനയുടെ ഇല വേണം. എനിക്ക് പുതിനയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാത്തത്. അപ്പോൾ കുറച്ച് പുതിനയുടെ ഇല കൂടി എടുത്തോളൂ കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് വേണ്ടത് അരിയാണ്. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതായത് 250 ml കപ്പാണ്. അത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് 10 മിനിറ്റ് കുതിർക്കാൻ വെക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കുതിർക്കുന്നതിന് മുന്നേ തന്നെ അരി കഴുകിയെടുക്കുക. അപ്പോൾ കുതിർത്തതിന് ശേഷമാണെങ്കിൽ അരിയൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചോറ് നന്നായിട്ട് കുഴഞ്ഞു പോകും. അതുകൊണ്ട് കഴുകിയതിന് ശേഷം മാത്രം കുതിർത്ത് വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെയിനറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ കുക്കർ ചൂടാക്കാൻ വെക്കുക. അപ്പോൾ ഈ ചൂടായ കുക്കറിനകത്തേക്ക് നമ്മൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാതി നെയ്യും പാതി എണ്ണയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു വലിയ സ്പൂണിൽ 3 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ബാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് പട്ട, പിന്നെ വേണ്ടത് ഗ്രാമ്പു ഏകദേശം ഒരു 4-5 ഗ്രാമ്പു എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് ഒരു തക്കോലം വേണം. പിന്നെ ഏലക്കായാണ് വേണ്ടത്. ഏലക്കായി ഏകദേശം ഒരു 3 മുതൽ 4 ഏലക്കായി വരെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്തേക്ക് പെരുംജീരകം വേണം. പെരുംജീരകം ഞാൻ ഏകദേശം 1 ടീസ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ബിരിയാണി ഇല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉള്ളവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നെയ്യിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനൊരു നല്ല മണം വരുന്നത് വരെ നമ്മളിതൊന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പം നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 4 ഇടത്തരം വലിപ്പമുള്ള സവോളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും സവോള വേണ്ടാന്നുണ്ടെങ്കിൽ ഒരെണ്ണം കുറയ്ക്കാം. 3 സവോള നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സവോള ഇടുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സവോള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവോളയൊക്കെ പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതായിരിക്കും. ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ആഡ് ചെയ്തിട്ട് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ നോക്കിക്കേ, നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിനകത്തേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. കാരണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന്
വഴറ്റിയെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഏകദേശം 2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, പിന്നെ ഏകദേശം 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ നല്ല എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും ഏകദേശം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന അതേ സ്പൂണിൽ മുഴുവനായിട്ടും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. മെയിനായിട്ട് മല്ലിപ്പൊടിയുടെ. ഇപ്പോൾ മല്ലിപ്പൊടിയുടെ ഒക്കെ പച്ചമണം ഉണ്ടെങ്കിൽ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വഴറ്റാം. അപ്പോൾ അത് പൊടികളൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളിയും ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന പൊടികളുടെയും ഈ തക്കാളിയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ കൊടുത്തിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം ബിരിയാണി ആ ഒരു ടേസ്റ്റ് കിട്ടില്ല ബിരിയാണിക്ക്. അതായത് പച്ചക്കുത്ത് ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ തക്കാളി നന്നായിട്ട് വഴണ്ട് എല്ലാം കൂടെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്കിതിനകത്തേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ പുളിക്കനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൈരില്ലാത്തവർക്ക് തക്കാളി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതേ സ്പൂണിൽ, അതായത് വലിപ്പമുള്ള സ്പൂണിൽ ഞാൻ ഏകദേശം 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ തൈര് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ കപ്പ് കണക്കിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1/2 കപ്പ് തൈര് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല കട്ട തൈരാണ്. അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ തൈരിൻ്റെയും ഒരു പച്ച മണം ഒന്ന് പോകണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, ചെറിയ തീയിൽ തന്നെയാണ് ഫ്ലെയിം ഉള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ ചെറുതായിട്ടൊന്ന് മുകളിൽ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കേ, എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനൊരു ചെറിയൊരു നാരങ്ങയുടെ പകുതി നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ആ റൈസൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളിതൊക്കെ ചേർക്കുമ്പോൾ പുളി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൈരിനും തക്കാളിക്കും ഒക്കെ നല്ല പുളി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറുനാരങ്ങാനീര് ചേർക്കാൻ നിൽക്കേണ്ട. അപ്പം പുളി തന്നെ ധാരാളമാണ്. പുളി കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങാനീര് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന തക്കാളിക്ക് അധികം പുളിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറുനാരങ്ങാനീര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ചോറും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 10 മിനിറ്റ് ഞാൻ കുതിർത്തിയിട്ട് അത് ഞാനൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വാലാൻ വെച്ചതാണ്. അതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ സമയം എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അരി മറക്കാതെ കുതിർത്തിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ സ്ട്രെയിനറിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന വിസിലിൻ്റെ കണക്ക് ശരിയായി വരില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ 10 മിനിറ്റ് കുതിർത്ത അരിക്ക് വേണ്ടിയിട്ടുള്ള വിസിലാണ് ഞാനിപ്പോൾ ഇനി പറയാൻ പോകുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് അരിയൊക്കെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബസ്മതി റൈസ് ആയതുകൊണ്ട് 1 കപ്പിന് 1.25 കപ്പ് എന്നുള്ള കണക്കിലാണ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏകദേശം 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം നിങ്ങൾ. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഉപ്പ് ചെറുതായിട്ടൊന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ബിരിയാണിക്ക് ഉപ്പൊക്കെ കറക്റ്റായിട്ട് പിടിക്കുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കൊത്തിയരിഞ്ഞ മല്ലിയില ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിന ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പുതിനയുടെ പച്ച ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തൈരൊക്കെ ചേർക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് പുതിന ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെയും ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മളിനി കുക്കറിൽ ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ബസ്മതി റൈസ് ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലേക്ക് ഫ്ലെയിം മാറ്റിയിട്ട് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ വിസിൽ വന്ന ഉടനെ തന്നെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആകെ 3 വിസിലാണ്. അതിൽ 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 3ാമത്തെ വിസിൽ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ നിങ്ങൾ ജീരകശാല റൈസാണ് എടുക്കുന്നതെങ്കിൽ ആദ്യത്തെ 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 3ാമത്തെ വിസിൽ ലോ ഫ്ലെയിമിലും ആക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അത് നോക്കിക്കേ, നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഒരു കാര്യം ശ്രദ്ധിക്കണം, കുക്കർ പ്രഷർ മുഴുവനും പോയതിന് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. അതായത് വിസിൽ വന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് തുറന്ന് വയ്ക്കുക. അതിനുശേഷം മാത്രം മിക്സ് ചെയ്യുക. കാരണം ആ സ്റ്റീം കൊണ്ടിട്ട് എല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞു പോകും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മുടെ സൈഡിലായിട്ട് മുട്ട പുഴുങ്ങി വെക്കാം. അപ്പോൾ ഞാൻ മുട്ട ഫ്രൈ ചെയ്യാനൊന്നും പോകുന്നില്ല. അതാണ് ഞാൻ ഇതിനകത്തേക്ക് സ്പെഷ്യലായിട്ടൊന്നും കാണിച്ചു തരാത്തത്. അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 4 പേർക്ക് കഴിക്കാനുള്ള ഒരു മെഷർമെൻറ്റിലാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4 മുട്ട പുഴുങ്ങി വെക്കാം. എന്നിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് മുട്ട കൊടുക്കാവുന്നതാണ്. അപ്പോൾ മുട്ടയൊക്കെ ഫ്രൈ ചെയ്തിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്